പാലത്താ കേസിൽ പത്മരാജൻ മാസ്റ്റർ നേരിട്ടത് സമാനതകളില്ലാത്ത വേട്ടയാടൽ. CA അനുകൂല പ്രചാരണം നടത്തിയതാണ് മാസ്റ്റർക്കെതിരായ ചരടുവലിക്ക് പ്രധാന കാരണമായത്. പത്മരാജനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് CPMന്റെ കൗൺസിലറാണ്. ചില മാധ്യമ പ്രവർത്തകരും ഈ വേട്ടയാടലിന് മുന്നിൽ നിന്നു. പാലത്തായി കേസിൽ പത്മരാജൻ മാസ്റ്റർ കഴിഞ്ഞ 6 വർഷമായി നേരിടുന്നത് സമാനതകളില്ലാത്ത വേട്ടയാടലാണ്. അതിന് ഭരണകൂടവും മതവർഗീയ ശക്തികളും ചില മാധ്യമ പ്രവർത്തകരും കൂട്ടുനിന്നു. ആദ്യം കേസന്വേഷിച്ച അന്വേഷണ സംഘങ്ങൾ പരാതിയിൽ കഴമ്പില്ലെന്നും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും റിപ്പോർട്ട് നൽകി. ഏറ്റവും ഒടുവിൽ അന്വേഷിച്ച അന്നത്തെ DYSP രത്നകുമാർ പത്മരാജൻ മാസ്റ്ററെ പ്രതിയാക്കി കുറ്റപത്രം നൽകി. സർവീസിൽ നിന്ന് വിരമിച്ച ആഴ്ചകൾക്കുള്ളിൽ CPM സ്ഥാനാർത്ഥിയായി ഇയാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ശ്രീകണ്ഠാപുരം നഗരസഭയിൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതേ രത്നകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങൾ പരസ്യമായി ചോദ്യം ചെയ്ത് ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന അബ്ദുൾ റഹീം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന ലാഘവത്തോടെ പീഡനം നടന്നു എന്ന് പറയുന്ന സ്ഥലം തന്നെ രത്നകുമാർ മാറ്റിയെഴുതിയെന്നായിരുന്നു വിമർശനം. ഇതുകൂടാതെ ചില മാധ്യമ പ്രവർത്തകർ വേട്ടയാടാൻ മുന്നിൽ നിന്നതും മറക്കാൻ കഴിയില്ല. മതഭീകര ശക്തികളുടെ നാക്കായും വാക്കായും ഇവർ പ്രവർത്തിച്ചു. മാസ്റ്ററെ വേട്ടയാടി. ആ വേട്ടയാടലിനിടയിലാണ് താൽക്കാലിക നീതി ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ജനം, കണ്ണൂർ.